സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും 9 മണി വാർത്തയിലേക്ക്. വളരെ പ്രധാനപ്പെട്ട വാർത്തകളുള്ള മണിക്കൂറാണ്. ഈ ആഡംബര കാർ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് നടൻ ദുൽഖറിന്റെ വീട്ടിലും കൊച്ചിയിലെ മമ്മൂട്ടിയുടെ വീട്ടിലുമൊക്കെ പരിശോധന നടക്കുന്നുണ്ട്. ആ വാർത്തയിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് എത്തണം. അതിനു മുൻപ് നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ആഡംബര കാർ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട നടൻ ദുൽഖർ സൽമാന്റെ വീട്ടിൽ ഇഡി റെയ്ഡ്. ദുൽഖറിന്റെ പനമ്പള്ളിയിലെയും ചെന്നൈയിലെയും വീടുകളിൽ പരിശോധന. ഫെമ ചട്ടം ലംഘിച്ചെന്ന ഇഡിയുടെ പ്രാഥമിക നിഗമനം. പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകൾ അടക്കം 17 ഇടങ്ങളിൽ പരിശോധന. ശബരിമല സ്വർണ്ണമോഷണത്തിൽ കൂടുതൽ പേർക്കെതിരെ നടപടിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. മുൻ തിരുവാഭരണം കമ്മീഷണർ കേസ് ബൈജുവിനും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ബി സുധീഷ് കുമാർ എന്നിവർക്കുമെതിരെയാണ് നടപടിക്ക് സാധ്യത. ഇന്ന് ചേരുന്ന ബോർഡ് യോഗം തീരുമാനമെടുക്കും. വിരമിച്ച ഇവരുടെ പെൻഷൻ തടഞ്ഞുവെക്കാനാണ് നീക്കം. ശബരിമല സ്വർണ്ണമോഷണത്തിൽ നിയമസഭ ഇന്നും പ്രക്ഷുബ്ധമാകും. സഭാസ്തംഭനം തുടരുന്നതിനിടെ സ്പീക്കറുടെ അധ്യക്ഷതയിൽ ഇന്ന് നിയമസഭയുടെ കാര്യോപദേശക സമിതി യോഗം ചേരും. ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കും വരെ ഒത്തുതീർപ്പിനില്ലെന്ന നിലപാടിൽ പ്രതിപക്ഷം. ശബരിമല സ്വർണ്ണമോഷണ വിവാദത്തിൽ പദയാത്ര നടത്താൻ UDF. ചെങ്ങന്നൂർ മുതൽ പന്തളം വരെയാണ് പദയാത്ര. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മേഖലാ യാത്രകൾ ചെങ്ങന്നൂരിലെത്തിയ ശേഷമാകും UDF പദയാത്ര. പരിപാടി ജനകീയ സംഗമമാക്കാൻ കോൺഗ്രസ്. ശബരിമല സ്വർണ്ണപ്പാളി മോഷണത്തിൽ BJPയുടെ ക്ലിപ്പ് ഹൗസ് മാർച്ച് ഇന്ന്. സ്വർണം മോഷണം നടന്നുവെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ട് മുഖ്യമന്ത്രി മൗനം തുടരുന്നുവെന്നാണ് BJPയുടെ ആരോപണം. വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും മാർച്ച്. മലബാർ ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രത്തിലും സ്വർണ്ണ ഉരുപ്പടികൾ കാണാനില്ല. കോഴിക്കോട് ബാലുശ്ശേരി കോട്ട പരദേവത ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിച്ച 20 പവനാണ് നഷ്ടമായത്. വർഷങ്ങൾക്ക് മുൻപ് ആഭരണങ്ങൾ സൂക്ഷിക്കുന്നതിന് ചുമതലയുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദനാണ് സംശയനീലിലുള്ളത്. അതേസമയം ഇന്ന് സ്വർണം എത്തിക്കുമെന്ന് വിനോദൻ അറിയിച്ചിട്ടുണ്ട്. ന്യൂ മാഹിയിലെ BJP പ്രവർത്തകരുടെ കൊലപാതകത്തിൽ വിധി ഇന്ന്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവരുൾപ്പെടെ 16 CPM പ്രവർത്തകരാണ് കേസിലെ പ്രതികൾ. ഈസ്റ്റ് പള്ളൂർ സ്വദേശി വിജിത്, ഷിനോജ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. 2010 മെയ് 28-നാണ് പെരിങ്ങാടി റോഡിൽ കല്ലായിൽ വെച്ച് കൊലപാതകം നടന്നത്. ഇപ്പോൾ നിയമസഭാ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായി ഇപ്പോഴും ഇന്നും ഇതാ വലിയ പ്രതിഷേധം ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ നടക്കുകയാണ്. സഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഡയസിൽ കയറി പ്രതിഷേധിക്കുന്നു. കഴിഞ്ഞ ദിവസവും ബാനർ ഉയർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധം ചോദ്യം നമ്പർ 242 ബഹുമാനപ്പെട്ട ശ്രീ M. വിജയൻ, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. കേരള സർക്കാരിന്റെ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 99 റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചതിൽ 72 എണ്ണത്തിന് നിർമ്മാണം ചുമതല RBDCക്കും 27 എണ്ണത്തിന് നിർമ്മാണ ചുമതല KRDCL-നും നൽകിയിട്ടുണ്ട്. കൂടാതെ 39 റെയിൽവേ മേൽപ്പാലങ്ങൾ, അടിപ്പാതകൾ 100% റെയിൽവേ ഫണ്ടിങ്ങിന് അനുമതി ലഭ്യമാക്കിയിട്ടുള്ളത്. ഇവയുടെ നിർമ്മാണ ചുമതല 26/3/2025 തീയതിയിലെ സർക്കാർ ഉത്തരവ് പ്രകാരം KRDCL-ന് നൽകിയിട്ടുള്ളതുമാണ്. ഈ സർക്കാരിന്റെ കാലത്ത് RBDCക്ക് നിർവഹണ ചുമതലയുള്ള 8 റെയിൽവേ മേൽപ്പാലങ്ങളുടെയും ബ്രിഡ്ജസ് വിഭാഗത്തിന്റെ ചുമതലയുള്ള ഒരു മേൽപ്പാലത്തിന്റെയും KRDCL-ന് നിർവഹണ ചുമതലയുള്ള ഒരു റെയിൽവേ അടിപ്പാതയുടെയും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന്റെ വിശദ വിവരം അനുബന്ധമായി ചേർക്കുന്നുണ്ട്. 24 റെയിൽവേ മേൽപ്പാലങ്ങളുടെ പ്രവർത്തികൾ പുരോഗമിക്കുന്നുണ്ട്. RBDCക്ക് 10, KRDCL 13, PWD ദേശീയപാത വിഭാഗം 1 അനുബന്ധം B. KRDCL-ന് നിർവഹണ ചുമതലയുള്ള എല്ലാ റെയിൽവേ മേൽപ്പാലങ്ങളുടെയും റെയിൽവേ ലൈനിന് മുകളിലുള്ള ഭാഗം ഉൾപ്പെടെ മുഴുവൻ നിർമ്മാണത്തിനുമുള്ള
അനുമതി കിട്ടിയിട്ടുണ്ട്. RBDCക്ക് നിർവ്വഹണ ഏജൻസി ആയിട്ടുള്ള റെയിൽവേ മേൽപ്പാലങ്ങളിൽ ഒട്ടുമിക്ക പദ്ധതികളിലും റെയിൽവേ ലൈനിന് മുകളിലുള്ള പാലം റെയിൽവേയാണ് നിർമ്മിക്കുന്നത്. പ്രവർത്തികൾ പുരോഗമിക്കുന്ന ചില സ്ഥലങ്ങളിൽ കാലതാമസം നേരിട്ടിട്ടുണ്ട്. റെയിൽവേയുമായി സഹകരിച്ച് ഇപ്പോൾ മിക്കവാറും സ്ഥലങ്ങളിലും വലിയ തടസ്സങ്ങളില്ലാത്ത രീതിയിൽ പ്രവൃത്തി പുരോഗമിക്കുന്നുണ്ട്. കാലതാമസം ഒഴിവാക്കുന്നതിനായി നിലവിൽ ഏറ്റെടുത്തിട്ടുള്ള ചില പദ്ധതികളിൽ റെയിൽവേ ഭാഗം ഉൾപ്പെടെയുള്ള മേൽപ്പാലം നിർമ്മാണം RBDCക്ക് ഏറ്റെടുത്ത് നടത്തുന്നുമുണ്ട്. അതിന്റെ വിശദ വിവരങ്ങൾ അനുബന്ധ C ആയി ചേർക്കുന്നു സാർ. D. ഭരണാനുമതി ലഭിച്ച് പ്രവൃത്തി ആരംഭിക്കേണ്ട റെയിൽവേ മേൽപ്പാലങ്ങളുടെ വിശദ വിവരങ്ങൾ അനുബന്ധം D ആയി ചേർക്കുന്നു സാർ. സാർ, സാധാരണ ഞാൻ ടേബിൾ ചെയ്യലാണ്, പ്രത്യേക സാഹചര്യത്തിൽ ഒന്ന് വായിക്കണം എന്നുള്ളത് കൊണ്ടാണ് പൂർണ്ണമായും വായിച്ചത്. താങ്ക് യു. ശ്രീ എം വിജിൻ. സർ, SIT അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും നിരന്തരമായി നുണകൾ പ്രചരിപ്പിച്ച് ചോദ്യോത്തര വേള തന്നെ തടസ്സപ്പെടുത്തുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് സർ പ്രതിപക്ഷം സഭയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, സംസ്ഥാനത്ത് റെയിൽവേ ഓവർബ്രിഡ്ജുകൾ, നമ്മുടെ ഗവൺമെന്റ് റെയിൽവേ മേൽപ്പാലങ്ങളിൽ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ വളരെ മാതൃകാപരമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർ, റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ ഇതുവരെ എത്ര തുകയാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് വിശദീകരിക്കാം. സർ, സംസ്ഥാനത്ത് റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ എല്ലാ നിലയിലും ഇടപെടൽ നടത്തുന്നുണ്ട്. സർ, കിഫ്ബി പദ്ധതി, പൊതുമരാമത്ത് പദ്ധതികൾ എന്നിവയിൽ ഉൾപ്പെടുത്തി 70 ROBകളുടെ നിർമ്മാണത്തിന് ഇതുവരെയായി 2403 കോടി 42 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. സാർ, കണ്ണൂർ വേങ്ങര റെയിൽവേ ഓവർബ്രിഡ്ജിന് കിഫ്ബി വഴി 20 കോടി 84 ലക്ഷം രൂപയും, തിരൂർ ROB പൂർത്തീകരണത്തിന് ബ്രിഡ്ജസ് ഭാഗത്തിന് 3 കോടി 95 ലക്ഷം രൂപയും, പൊന്മുണ്ടം ബൈപ്പാസ് ROB പൂർത്തീകരണത്തിന് 33 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. സാർ, ഇതിൽ നമ്മളിവിടെ പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ റെയിൽവേ അണ്ടർപാസുകൾ നിർമ്മിക്കുന്നുണ്ട്. നിലമ്പൂർ യാർഡ് ഗേറ്റിലെ റെയിൽവേ അണ്ടർപാസ് പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞു. അവിടുത്തെ ജനങ്ങൾ ഏറെ കാലമായി ആഗ്രഹിച്ച പ്രവൃത്തിയാണിത്. സാർ, അതുപോലെ തന്നെ കോഴിക്കോട് വെള്ളയിൽ റെയിൽവേ അണ്ടർപാസിന്റെ പ്രവൃത്തി ടെൻഡറിംഗ് സ്റ്റേജിലാണ്. ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഇവിടെയുണ്ട്. അദ്ദേഹം ഈ വിഷയം ഒരുപാട് ഉന്നയിച്ച ആളാണ്. സാർ, ബഹുമാന്യനായ കല്യാശ്ശേരി MLA ശ്രീ വിജിൻ നേരത്തെ തുടർച്ചയായി പറഞ്ഞൊരു വിഷയം കൂടി ശ്രദ്ധപ്പെടുത്തുന്നു. സാർ, പഴയങ്ങാടി അണ്ടർപാസ് പ്രവൃത്തിക്ക് 7 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഈ സഭയെ അറിയിക്കുകയാണ്. ഇവിടെ M വിജിൻ ഉൾപ്പെടെയുള്ള MLA മാർ തുടർച്ചയായി ഇടപെട്ടാണ് ഫണ്ട് അനുവദിച്ചത്. റെയിൽവേയാണ് പ്രവൃത്തി നിർവഹിക്കുക. നിലവിൽ പ്രവൃത്തിക്ക് ആവശ്യമായ തുക റെയിൽവേയിൽ സംസ്ഥാന സർക്കാർ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു. അവിടുത്തെ ഭൂമി ഏറ്റെടുക്കൽ പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുകയാണ്. സാർ, അണ്ടർപാസ് നിർമ്മാണ പ്രവൃത്തി എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്ന് റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ PWD കൃത്യമായി പരിശോധിച്ച് മുന്നോട്ട് പോകും. സാർ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, പഴയങ്ങാടി അണ്ടർപാസ് എന്ന ദീർഘകാലത്തെ ആവശ്യം കല്യാശ്ശേരിക്ക് അനുവദിച്ചതെന്ന മന്ത്രിയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. സർ, ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി അണ്ടർപാസുകൾ നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച് മന്ത്രി ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. സർ, എവിടേക്കാണ് ഇത് പുതുതായി നിർമ്മിക്കാൻ തീരുമാനിച്ചതെന്ന് വിശദീകരിക്കാം. നിരവധി ഇടങ്ങൾ പുതുതായി നിർമ്മിക്കാൻ ഇടപെട്ടിട്ടുണ്ട്. ഈ സർക്കാരിന്റെ കാലയളവിൽ ഒരു റെക്കോർഡ് എണ്ണമായിട്ടാണ് വരുന്നത്. സാർ, ബാനർ പിടിച്ച് സഭ തടയാൻ ശ്രമിച്ചാൽ ഒരു റെയിൽവേ ഓവർബ്രിഡ്ജ് പോലെ അതിന്റെ മുകളിലൂടെ ചോദ്യം ചോദിച്ച MLAക്ക് അഭിവാദ്യങ്ങൾ. അതുപോലെ കേരളത്തിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമാണ് സഭയിൽ നടക്കുന്നത്. പ്ലക്കാർഡുകളും ബാനറുകളുമായി സ്പീക്കറുടെ ഡയസിന് മുൻപിൽ പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷത്തെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സമാനമായി ഇന്നും കാണുന്നത്. അതിനിടയിലും സ്പീക്കർ ചോദ്യോത്തരവേളയുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് സഭയിലുള്ളത്. അപ്പോഴും അത് വകവയ്ക്കാതെ വലിയ പ്രതിഷേധം നടത്തുന്നു പ്രതിപക്ഷം എന്നുള്ളതാണ് സഭയിലെ സാഹചര്യം. നമുക്ക് ഇതിലേക്ക് വരാം. അതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നുണ്ട്. ആഡംബര കാർ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട നടൻ ദുൽഖർ സൽമാന്റെ വീട്ടിൽ ED റെയ്ഡ്. ദുൽഖറിന്റെ പനമ്പള്ളിയിലെയും ചെന്നൈയിലെയും വീടുകൾ ഉൾപ്പെടെ 17 ഇടങ്ങളിലാണ് ED പരിശോധന. നിലവിൽ കസ്റ്റംസിന്റെ പരിശോധനയ്ക്ക് പിന്നാലെയാണ് EDയുടെ പരിശോധന എന്നത് ഏറെ ശ്രദ്ധേയമാണ്. നമുക്കറിയാം, ഫെഡറൽ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് അഥവാ ഫെമ 1999 പ്രകാരം നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണിപ്പോൾ ED കൊച്ചി സോണൽ ഓഫീസ് കേരളത്തിലും തമിഴ്നാട്ടിലുമായി 17 സ്ഥലങ്ങളിൽ പരിശോധന റെയ്ഡ് നടത്തുന്നത്. ഉയർന്ന നിലവാരത്തിലുള്ള ലക്സറി വാഹനങ്ങളുടെ കടത്തും അനധികൃത വിദേശ നാണയ ഇടപാടുകളും സംബന്ധിച്ച കേസിലാണ് ഇപ്പോൾ ഈ 17 ഇടങ്ങളിൽ പരിശോധന നടക്കുന്നത്. ഇന്ത്യ, ഭൂട്ടാൻ, നേപ്പാൾ വഴികളിലൂടെ ലാൻഡ് ക്രൂസർ, ഡിഫൻഡർ, മാസറാട്ടി പോലുള്ള ലക്സറി കാറുകൾ നിയമവിരുദ്ധമായി ഇറക്കുമതി ചെയ്ത്
രജിസ്റ്റർ ചെയ്യുന്ന സംഘത്തെ പറ്റിയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതാണ് ഇപ്പോൾ ED നടത്തുന്ന ഈ പരിശോധനയുടെ ആധാരം എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ കോയമ്പത്തൂരിനെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘം വ്യാജരേഖകൾ, ആ വ്യാജരേഖകൾ ഇങ്ങനെയാണ്: ഇന്ത്യൻ ആർമി, US എംബസി, വിദേശകാര്യ മന്ത്രാലയം എന്നിവയുടെ പേരിലാണ് ഇത്തരത്തിലുള്ള വ്യാജരേഖകൾ ഉപയോഗിച്ച് അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തട്ടിപ്പ് രജിസ്ട്രേഷനുകൾ നടത്തി പിന്നീട് ആ വാഹനങ്ങൾ ഹൈനൈറ്റ് വർത്തുള്ള വ്യക്തികൾക്കും സിനിമാ താരങ്ങൾക്കും കുറഞ്ഞ വിലയ്ക്ക് വിറ്റത് വ്യക്തമാക്കുന്നു എന്നാണ് ED പറയുന്നത്. ഫെമയുടെ സെഷൻ 3, 4, 8 ലംഘനങ്ങൾ പ്രാഥമികമായി കണ്ടെത്തിയതിനെ തുടർന്ന് ഹവാല ചാനലുകൾ വഴി അനധികൃത വിദേശ നാണയ ഇടപാടുകളും അതിരുകടന്ന പണമിടപാടുകളും സംബന്ധിച്ച കേസിലാണ് ഇപ്പോൾ ED നടപടികൾ തുടങ്ങിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പണപ്പാത, ലാഭം കൊയ്തവർ, വിദേശ നാണയ ഇടപാടുകളുടെ ഉറവിടം തുടങ്ങിയവ കണ്ടെത്താനുള്ള അന്വേഷണമാണ് EDയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഓപ്പറേഷൻ 17 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് EDയുടെ പരിശോധന നടക്കുന്നത്. ഇതിൽ പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, അമിത് ചെക്കാലക്കൽ തുടങ്ങിയ സിനിമാ താരങ്ങളുടെ വീടുകളും വാഹന ഉടമകൾ, ഓട്ടോ വർക്ക്ഷോപ്പുകൾ, വാഹന വ്യാപാരികൾ എന്നിവരുടെ സ്ഥലങ്ങളും ഉൾപ്പെടുന്നുണ്ട്. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം, കോട്ടയം, കോയമ്പത്തൂർ ജില്ലകളായി പരിശോധന വ്യാപിച്ച് നടക്കുകയാണ് EDയുടെ ഭാഗത്തുനിന്ന് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. നാമി ദിനേശ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിലാണ് നാമിയുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാമി, വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്നലെ കസ്റ്റംസ് ഹൈക്കോടതിയിൽ ചെറിയ തരത്തിൽ കസ്റ്റംസിന് തിരിച്ചടിയെന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ, വലിയ ചോദ്യങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് കസ്റ്റംസ് നേരിട്ടിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇതാ കാര്യങ്ങൾ കടുപ്പിക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ ഇപ്പോൾ ED കൂടി കളത്തിലിറങ്ങുന്നത്. ദുൽഖർ സൽമാൻ അടക്കം ഈ 17, ഇപ്പോൾ പൃഥ്വിരാജിനടക്കം അമിത് ചെക്കാലക്കലിനടക്കം മറ്റ് 17 ഇടങ്ങളിൽ നടത്തുന്ന പരിശോധന, വാഹന ഉടമകൾക്കൊക്കെ പരിശോധന നടക്കുന്നുണ്ട്. ഇവർക്കെല്ലാം കുരുക്ക് മുറുകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ED പ്രധാനമായും അന്വേഷിക്കുന്നത് ഈ ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് ചില ലംഘനങ്ങൾ, അതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, കുഴൽപ്പണം അടക്കമുള്ള വിദേശ നാണയ ചട്ടലംഘനം, ഫെമ ഉൾപ്പെടെയുള്ളവ നടന്നിട്ടുണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ. ഇതിന്റെ രേഖകൾ ശേഖരിക്കുക അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് EDയുടെ നീക്കം. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ദുൽഖർ സൽമാന്റെ കേരളത്തിലെ 2 വീടുകളിൽ, ഒന്ന് പനമ്പള്ളിയിലെ മമ്മൂട്ടിയുടെ വീട്ടിലും മറ്റൊന്ന് എളംകുളത്തെ വീട്ടിലും, ഈ 2 ഇടങ്ങളിൽ EDയുടെ പരിശോധനയുണ്ട്. അതോടൊപ്പം തന്നെ ദുൽഖറിന്റെ ചെന്നൈയിലെ വീട്ടിലുമുണ്ട്. ദുൽഖർ ചെന്നൈയിലെ വീട്ടിലുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പൃഥ്വിരാജിന്റെ ഫ്ളാറ്റിലും അമിത് ചക്കാലക്കലിന്റെ വീട്ടിലും, ഇങ്ങനെ ഇടങ്ങളിലേക്കാണ് പ്രധാനപ്പെട്ട നടന്മാർ, ഇവർ 3 പേരുമാണ് ഈ കസ്റ്റംസിന്റെ പരിശോധനയിൽ വാഹനം പിടിച്ചെടുക്കുകയും അല്ലെങ്കിൽ ഈ അന്വേഷണവുമായിട്ടൊക്കെ നടക്കുന്നത്. ഇവർ 3 പേരുടെ വീടുകളിലും അതോടൊപ്പം തന്നെ ചില വ്യവസായികളുടെയും വാഹന ഡീലർമാരുടെയും വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് ED പരിശോധന നടക്കുന്നത്. ഒരേ സമയം 17 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരുടെ ഉദ്ദേശം, EDയുടെ ഉദ്ദേശം കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നതാണ്. കസ്റ്റംസ് അടക്കം കൃത്യമായി തന്നെ കോടതിയിലടക്കം പറഞ്ഞിരുന്നു. ഇത് വലിയൊരു മാഫിയ സംഘത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വാഹനങ്ങൾ, മാഫിയ സംഘമാണ് ഈ വാഹനങ്ങൾ കേരളത്തിലേക്ക് ഇങ്ങനെ എത്തിക്കുന്നത്. ഇതിന്റെ മറവിൽ വലിയ ഒരു കള്ളപ്പണ ഇടപാട് അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ളവ നടക്കുന്നുണ്ടെന്നും കസ്റ്റംസ് കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്നുമുള്ള വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്നാണ് വിവിധ ഇടങ്ങളിൽ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ വാങ്ങുന്നത്. അത് വ്യവസായികൾ ഉണ്ടാകാം, സിനിമാ താരങ്ങൾ ഉണ്ടാകാം. ഇതിന്റെ പിന്നിലൊക്കെ വലിയ രീതിയിൽ കള്ളപ്പണ വെളുപ്പിക്കൽ, കള്ളപ്പണം, നികുതി തട്ടിപ്പ് ഇതൊക്കെ ഉണ്ടെന്ന് കസ്റ്റംസ് കൃത്യമായി തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ദുൽഖറിന്റെ അടക്കം വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. പക്ഷേ അമിത് ചക്കാലക്കലായിക്കോട്ടെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള രേഖകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള രേഖകൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ സമർപ്പിക്കുകയും ചോദ്യം ചെയ്യലിന് ഹാജരാകുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ദുൽഖർ സൽമാൻ ആയിക്കോട്ടെ ഇതുവരേക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകുകയോ കസ്റ്റംസ് ആവശ്യപ്പെടുന്ന
ആവശ്യപ്പെടുന്ന രേഖകൾ സമർപ്പിക്കുവാനോ തയ്യാറായിരുന്നില്ല. ഇതിന്റെ ഭാഗമായാണ് പിന്നീട് ഇന്നലെ കോടതിയടക്കം ദുൽഖറിന് താൽക്കാലിക ആശ്വാസം എന്നോണം ഉണ്ടെങ്കിൽ പോലും ഈ അന്വേഷണ സംഘത്തോട് സഹകരിക്കാൻ അല്ലെങ്കിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന രേഖകൾ ഹാജരാക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും വരും ദിവസങ്ങളിൽ ദുൽഖർ കസ്റ്റംസിന് മുന്നിൽ എത്തുമെന്നുറപ്പാണ്. കാരണം ഇഡി കൂടി ഇതിന്റെ ഒരു അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കുക എന്നുള്ളത് ദുൽഖർ സൽമാനെ സംബന്ധിച്ച് അവിടെയാണ് നോമി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഈ ഓപ്പറേഷൻ ഉംഖോറുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത വാഹനം വിട്ടുകിട്ടാൻ നടൻ ദുൽഖർ സൽമാന് കസ്റ്റംസിനെ സമീപിക്കാമെന്ന് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് ഇഡി കൂടി രംഗത്തെത്തിയത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് അല്ലേ? ഇഡി പറയുന്നത് ഇതിലൊരു ഫെമ ചട്ടലംഘനം നടന്നിട്ടുണ്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ തെളിവുകളുണ്ടെന്ന് തന്നെയാണ് ഇഡി ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇഡി പുറത്തിറക്കിയ പത്രക്കുറിപ്പിലടക്കം ഇത് പറയുന്നുണ്ട്. അങ്ങനെ ഒരു 17 ഇടങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു പരിശോധനയും അതിന്റെ ഭാഗമായി തന്നെയാണ്. എന്നാലും ഈ പരിശോധനയിൽ നിന്നും ദുൽഖർ സൽമാനെ ഒഴിഞ്ഞു മാറുവാനോ അല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുവാനോ ഒന്നും കഴിയില്ല. കാരണം ഇഡിയും കസ്റ്റംസും ആവശ്യപ്പെട്ട രേഖകൾ ഇനിയെങ്കിലും ദുൽഖർ സൽമാനെ ഹാജരാക്കിയേ മതിയാകും. ആ വിധത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയെ സമീപിച്ചു, അത് താൽക്കാലികമായ ആശ്വാസം എന്ന് തന്നെ നമുക്ക് അങ്ങനെ മാത്രമേ പറയാൻ കഴിയൂ. പക്ഷെ അത് ഈ കാർ വിട്ടു നൽകണമെന്ന് ദുൽഖർ സൽമാന്റെ ആവശ്യത്തെ ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല. പകരം കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് ചില കാര്യങ്ങൾ വിശദീകരണം തേടിയിട്ടുണ്ട്. അപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ആ ഒരു രീതിയിലേക്കാണ് കസ്റ്റംസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥരും അത് തന്നെയാണ് ഹൈക്കോടതിയെയും അറിയിച്ചത്. കാരണം ദുൽഖർ സൽമാന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ദുൽഖർ സൽമാന്റെ കാറ് പിടിച്ചെടുത്ത സാഹചര്യമുണ്ട്. ഇതിൽ ചില സംശയങ്ങൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കുണ്ട്. ഈ ഭൂട്ടാൻ നികുതി തട്ടിപ്പിൽ എത്തിയ വാഹനമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ എവിടെ നിന്നാണ് ദുൽഖർ ഈ വാഹനം വാങ്ങിയത്, ആരിൽ നിന്നാണ് വാങ്ങിയത്, എത്ര രൂപയാണ് ഇതിന്റെ ഭാഗമായി പണമിടപാട് നടത്തിയത്, ഇതിന്റെയൊക്കെ രേഖകൾ ഹാജരാക്കാൻ കസ്റ്റംസ് ആവശ്യപ്പെട്ടുവെങ്കിലും അതുപോലും ഹാജരാക്കുവാൻ ദുൽഖർ സൽമാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് കസ്റ്റംസ് വീണ്ടും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയിലടക്കം ഇന്നലെ മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ദുൽഖർ സൽമാൻ കസ്റ്റംസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായേ മതിയാകൂ. ഈ വാഹനങ്ങൾ, പിടിച്ചെടുത്ത വാഹനങ്ങൾ, അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളടക്കം സമർപ്പിച്ചേ മതിയാകൂ. അതിനിടയിൽ ഈ ഇഡിയുടെ ഫെമ ചട്ടലംഘനം പ്രഥമ ദൃഷ്ട്യാ തെളിഞ്ഞുവെന്ന് ഇഡി പറയുമ്പോൾ വരും ദിവസങ്ങളിൽ ഇഡിയുടെ ചോദ്യം ചെയ്യലിൽ പോലും ദുൽഖർ സൽമാൻ വരും ദിവസങ്ങളിൽ ഹാജരാകേണ്ടി വരുമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയൂ. കാരണം ഇതുവരേക്കും കസ്റ്റംസിന് മുന്നിൽ ദുൽഖർ രേഖകൾ ഹാജരാക്കിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ രാവിലെ 7 മണിയോടുകൂടിയാണ് ഈ 17 ഇടങ്ങളിൽ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ദുൽഖർ സൽമാന്റെ മമ്മൂട്ടിയുടെ പനമ്പള്ളിയിലെ വീട്ടിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിപ്പോൾ ലീസിന് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ മമ്മൂട്ടിയോ അല്ലെങ്കിൽ മറ്റ് ഈ കുടുംബാംഗങ്ങളോ ആരും തന്നെയില്ല. ഇവിടെ നിന്നും രേഖകൾ കണ്ടെത്താൻ കഴിയുമോ എന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ ദുൽഖർ സൽമാന്റെ ഇളംകുളത്തെ വീട്ടിലും അവിടെയും ഒരു പരിശോധന നടക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ ഇഡി ഉദ്യോഗസ്ഥരുടെ പരിശോധന നടക്കുന്നുണ്ട്. അമിത് ചക്കാലക്കലിന്റെ വീട്ടിലുണ്ട്, ദുൽഖറിന്റെ ഉണ്ട്, പൃഥ്വിരാജിന്റെ. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണല്ലോ അല്ലേ നവമി ഇപ്പോൾ പരിശോധന നടക്കുന്നത് അല്ലേ? ഭവ്യ വ്യക്തമായില്ല. പ്രാഥമിക അന്വേഷണവുമായി ബന്ധപ്പെട്ടാണല്ലോ അല്ലേ ഇപ്പോൾ ഇഡിയുടെ പരിശോധന നടക്കുന്നത്? അതെ പ്രാഥമിക ഒരു അന്വേഷണമായി മാത്രമേ നമുക്കിതിനെ കണക്കാക്കാൻ കഴിയുകയുള്ളൂ. ഇത് കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് ഇഡി ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം. പക്ഷേ ഈ ദുൽഖർ സൽമാന്റെ ഈ 2 വീടുകളിലും ഇപ്പോൾ ആൾതാമസമില്ല. അവർ കുറച്ച് നാളുകളായി തന്നെ ചെന്നൈയിലാണ്. നമുക്കറിയാം നടൻ മമ്മൂട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കുടുംബം എല്ലാവരും ചെന്നൈയിലേക്ക് തന്നെയാണ് ഇപ്പോൾ താമസമാക്കിയിരിക്കുന്നത്. ഈ 2 പനമ്പള്ളിയിലെ വീട്ടിലായിക്കോട്ടെ ഇളംകുളത്തെ വീട്ടിലായിക്കോട്ടെ ആൾതാമസമില്ല. ആരും തന്നെ ആ വീട് അടഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ മമ്മൂട്ടിയുടെ ഈ വീട് ലീസിന് കൊടുത്തിരിക്കുകയുമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ഒരു പരിശോധന, രേഖകൾ ലഭിക്കുമോ എന്നത് മാത്രമാണ് ഇവിടെ പരിശോധിക്കുന്നത്. ദുൽഖർ സൽമാന്റെ ചെന്നൈയിലെ വീട്ടിൽ അവിടെ ദുൽഖർ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇഡി ഉദ്യോഗസ്ഥർ നേരിട്ട് തന്നെ ദുൽഖറിനോട് കാര്യവിവരങ്ങൾ ചോദിച്ചറിയുകയും ഇതുമായി ബന്ധപ്പെട്ട ചില വ്യക്തത വരുത്തുകയും ചെയ്യും. അങ്ങനെ ഒരു രീതിയിലേക്കാണ് ഇഡി ഉദ്യോഗസ്ഥർ കടക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫെമ ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി കസ്റ്റംസ് കണ്ടെത്തിയ ചില കാര്യങ്ങളിലൊക്കെ വ്യക്തത തേടുകയാണ് ഇഡി ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ വീടുകളിലെ പരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതാണ് എന്തായാലും ഭൂട്ടാൻ വാഹനക്കടത്തിൽ നടൻ ദുൽഖർ സൽമാൻ അടക്കം കുരുക്ക് മുറുകുന്നുവെന്ന് മനസ്സിലാക്കാം. കസ്റ്റംസിന് പിന്നാലെ ഇപ്പോൾ ഇഡിയും കളത്തിലിറങ്ങിയിട്ടുണ്ട്. നടൻ ദുൽഖർ സൽമാന്റെയും മമ്മൂട്ടിയുടെയും പൃഥ്വിരാജിന്റെയും അമിത് ചക്കാലക്കലിന്റെയും വീടുകളിലടക്കം 17 ഇടങ്ങളിലാണ് ഇപ്പോൾ ഇഡിയുടെ പരിശോധന നടക്കുന്നത്. ദുൽഖറിന്റെ 3 വീട്ടിലും മമ്മൂട്ടിയുടെ വീട്ടിലും ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധന എന്ന് മനസ്സിലാക്കുന്നു. ഇഡി കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരാണ് നടന്മാരുടെ വീട്ടിലെത്തിയത്. ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസും നേരത്തെ തന്നെ റെയ്ഡ് നടത്തിയിരുന്നു. നമ്മൾ കണ്ടതാണ് ഇന്നലെ ഈ ഓപ്പറേഷൻ ഉംഗോറുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത വാഹനം വിട്ടുകിട്ടാൻ നടൻ ദുൽഖർ സൽമാന് കസ്റ്റംസിനെ സമീപിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത് ഇന്നലെയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇഡി ഇപ്പോൾ എത്തിയത് എന്നതും ശ്രദ്ധേയം. എന്തായാലും കസ്റ്റംസ് നിയമപ്രകാരം വാഹനം വിട്ടു നൽകുന്നത് പരിഗണിക്കണമെന്നും ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്നും കോടതി ഇന്നലെ കസ്റ്റംസിന് നിർദ്ദേശം നൽകിയിരുന്നു. ഈ ആവശ്യം നിരസിക്കുകയാണെങ്കിൽ രേഖകളടക്കം അതിന്റെ കാരണങ്ങൾ അറിയിക്കണമെന്നും ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ഇന്നലെ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ഇതാ ഇതിന് പിന്നാലെ കുരുക്ക് മുറുകുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഫെമ നിയമത്തിൽ ലംഘനമുണ്ടായി എന്ന ഒരു പ്രാഥമിക നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇഡി കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. ദുൽഖറിന്റെ ചെന്നൈയിലെ വീടാണ് ഒരു വശത്ത് പ്രേക്ഷകർ കാണുന്നത്. മറുവശത്ത് മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ വീടാണ്. ഇപ്പോഴും അവിടെ ഉദ്യോഗസ്ഥരുണ്ട് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അവർ പരിശോധന നടക്കുകയാണ്. ഈ ഫെമ ആക്ട് 1999 പ്രകാരം നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇഡി കൊച്ചി സോണൽ ഓഫീസ് ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലുമായി 17 ഇടങ്ങളിൽ റെയ്ഡ് നടത്തുന്നത്. ഉയർന്ന നിലവാരത്തിലുള്ള ലക്ഷറി വാഹനങ്ങൾ കടത്തും അനധികൃത വിദേശ നാണയ ഇടപാടുകളും സംബന്ധിച്ച കേസിലാണ് പരിശോധന ഇഡി നടത്തുന്നത്. ഇന്ത്യ ഭൂട്ടാൻ വഴികളിലൂടെ ലാൻഡ് ക്രൂസർ, ഡിഫൻഡർ, മാസറാട്ടി പോലുള്ള ലക്ഷറി കാറുകൾ നിയമവിരുദ്ധമായി ഇറക്കുമതി ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്ന സംഘത്തെ പറ്റിയുള്ള വിവരങ്ങളാണ് പരിശോധനയ്ക്ക് ആധാരമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ കോയമ്പത്തൂരിനെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു വ്യാജ സംഘം വ്യാജരേഖകൾ ഉപയോഗിച്ച് അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തട്ടിപ്പ് രജിസ്ട്രേഷനുകൾ നടത്തി പിന്നീട് ആ വാഹനങ്ങൾ ഹൈനെറ്റ് വർത്തുള്ള വ്യക്തികൾക്കും സിനിമാ താരങ്ങൾക്കും കുറഞ്ഞ വിലയ്ക്ക് വിറ്റു എന്നാണ് ഇഡി മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പരിശോധന കടുപ്പിച്ചിരിക്കുന്നത്. ഫെമയുടെ സെഷൻ 3, 4, 8 ലംഘനങ്ങൾ പ്രാഥമികമായി കണ്ടെത്തിയതിനെ തുടർന്ന് ഹവാല ചാനലുകൾ വഴി അനധികൃത വിദേശ നാണയ ഇടപാടുകളും അതിരുകടന്ന പണമിടപാടുകളും സംബന്ധിച്ച കേസിലാണ് ഇപ്പോൾ ഇഡിയുടെ നടപടി. ആ നടപടിയാണ് ഇപ്പോൾ ഇഡി ആരംഭിച്ചിരിക്കുന്നത്. പറഞ്ഞതുപോലെ തന്നെ 17 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. വ്യാപക പരിശോധനയാണ് ഇഡിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഇതിൽ നടൻ പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, അമിത് ചക്കാലക്കൽ തുടങ്ങിയ താരങ്ങളും ഒപ്പം മറ്റ് വാഹന ഉടമകളും ഓട്ടോ വർക്ക്ഷോപ്പുകൾ, വാഹന വ്യാപാരികൾ എന്നിവരുടെയുമൊക്കെ സ്ഥലങ്ങൾ ഈ പരിശോധനയിൽ ഉൾപ്പെടുന്നുണ്ട്. കൊച്ചിയിലും ചെന്നൈയിലും മാത്രമല്ല തൃശൂർ, കോഴിക്കോട്, മലപ്പുറം, കോട്ടയം, കോയമ്പത്തൂർ ജില്ലകളിലെ ഈ പരിശോധന വ്യാപിക്കുകയാണ് എന്നാണ് ഇഡിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇഡിയുടെ വാർത്താക്കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കുന്നതും അതുതന്നെയാണ്. അതിൽ വ്യാപക പരിശോധന നടക്കുകയാണ്. ഫെമ നിയമലംഘനം ഉണ്ടായി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇപ്പോഴും പരിശോധന നടക്കുന്നു, 17 ഇടങ്ങളിലായി നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നവമി ദിനേശ് തുടരുന്നുണ്ട്. നവമി, നമുക്കിപ്പോൾ ലഭ്യമാകുന്ന, ഈ നിമിഷം ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴും ഇഡി ഉദ്യോഗസ്ഥർ അവിടെ തുടരുകയാണല്ലോ അല്ലേ? ബബ്ബെ, എന്തായാലും ഈ പരിശോധന ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൃത്യമായ പുതിയ വിവരങ്ങളൊന്നും ലഭ്യമാകുന്നില്ല. കാരണം ഇവരുടെ ഉദ്ദേശം, ഇഡി ഉദ്യോഗസ്ഥരുടെ ഉദ്ദേശം രേഖകൾ ലഭിക്കുമോ എന്നുള്ളൊരു പരിശോധന മാത്രമാണ്. പക്ഷേ 2 വീടുകളും മാസങ്ങളായി അടഞ്ഞു കിടക്കുന്നതുകൊണ്ടും ഇവരെ അവിടെ താമസമൊന്നും ഇല്ലാത്തതുകൊണ്ടും എത്രമാത്രം രേഖകൾ ഇഡി ഉദ്യോഗസ്ഥർക്ക് ഇവിടെ നിന്ന് കണ്ടെത്താൻ കഴിയുമെന്നതിൽ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ കസ്റ്റംസിന്റെ പരിശോധനയിൽ ഇവിടെ ആ വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ വാഹനങ്ങൾ കണ്ടെത്തുവാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിൽ ഈ
ഫെമ ചട്ടലംഘനം നടന്നിട്ടുണ്ട്, ഇതിൽ ഒരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട്, കുഴൽപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ളവ നടന്നിട്ടുണ്ടെന്ന് ഇ.ഡി. കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രഥമ ദൃഷ്ട്യാ ഇ.ഡിക്ക് മനസ്സിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിന്റെ തെളിവുകൾ ശേഖരിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ ഇ.ഡി. അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതിന്റെ പരിശോധനയാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഈ അല്പസമയം കൂടി അല്ലെങ്കിൽ മണിക്കൂറുകൾ കൂടി ഈ പരിശോധന നീളുമെന്ന് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇതിനുശേഷം ഇ.ഡി. ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായി അറിയേണ്ടതുണ്ട് എന്തൊക്കെ രേഖകൾ കണ്ടെത്താൻ സാധിച്ചു, ഈ പറയുന്നത് പോലെ ഈ ചട്ടലംഘനം ഇവിടെ നടന്നിട്ടുണ്ടോ എന്നും അറിയണമെങ്കിൽ അത് ഇ.ഡി. ഉദ്യോഗസ്ഥർ തന്നെ അറിയിക്കണം. അതിന്റെ വ്യക്തത വരേണ്ടതുണ്ട്. അതിന് നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും രാവിലെ 7 മണിയോടുകൂടി തുടങ്ങിയ പരിശോധന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 17 ഇടങ്ങളിലാണ് ഈ പരിശോധന. മലയാളത്തിലെ പ്രധാനപ്പെട്ട താരങ്ങളായിട്ടുള്ള ദുൽഖർ സൽമാന്റെ 2 വീടുകളിൽ, കേരളത്തിലെ 2 വീടുകളിലും ചെന്നൈയിലെ വീട്ടിൽ ഒപ്പം അമിത് ചക്കാലക്കലിന്റെ വീട്ടിൽ പൃഥ്വിരാജിന്റെ ഫ്ളാറ്റിൽ, ഇതിനോടൊപ്പം തന്നെ മറ്റ് ചില ഈ കാറുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ നടത്തി അല്ലെങ്കിൽ ഈ ആഡംബര വാഹനങ്ങൾ വാങ്ങിയ ചില വ്യവസായികൾ, വർക്ക്ഷോപ്പ് ഉടമകൾ എന്നിവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ദുൽഖർ ചെന്നൈയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇ.ഡി. ഉദ്യോഗസ്ഥർ മറ്റു കാര്യങ്ങൾ, കൂടുതൽ വിവരങ്ങൾ ദുൽഖറിൽ നിന്ന് തന്നെ നേരിട്ട് തേടുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ പരിശോധന മാത്രമാണ് നടക്കുന്നത്. രേഖകൾ കണ്ടെത്താൻ കഴിയുമോ എന്നാണ് ഇ.ഡി. ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. ഭവ്യ, അതാണ് എന്തായാലും ഭൂട്ടാൻ കാർ കടത്തൽ മമ്മൂട്ടിയുടെയും ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും വീട്ടിൽ ഇ.ഡി. പരിശോധന നടക്കുകയാണ്. ദുൽഖറിന്റെ വീട്ടിലടക്കം 17 ഇടങ്ങളിലാണ് ഇപ്പോൾ ഒരേ സമയം ഇ.ഡിയുടെ റെയ്ഡ് നടക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കസ്റ്റംസ് പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഇ.ഡി ഇപ്പോൾ റെയ്ഡുമായി രംഗത്തെത്തിയത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്തയിലേക്ക് തന്നെ നമുക്ക് വളരെ വേഗം തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഭൂട്ടാൻ കാർ കടത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതാ ഇ.ഡിയുടെ പരിശോധന നടക്കുകയാണ്. ഒരേ സമയം 17 ഇടങ്ങളിലാണ് ഇ.ഡിയുടെ പരിശോധന നടക്കുന്നത്. മമ്മൂട്ടി ഹൗസ് എന്നറിയപ്പെടുന്ന മമ്മൂട്ടിയുടെ പഴയ വീട്ടിലും മമ്മൂട്ടി ഇപ്പോൾ താമസിക്കുന്ന കടവന്ത്രയിലെ വീട്ടിലുമാണ് റെയ്ഡ് നടക്കുന്നത്. കടവന്ത്രയിലെ വീട്ടിലാണ് ദുൽഖർ താമസിക്കുന്നത്. അവിടെ അടക്കം ഇപ്പോൾ പരിശോധന നടക്കുന്നു. അമിത് ചക്കാലക്കൽ, വിദേശ വ്യവസായി വിജേഷ് വർഗീസ്, വാഹന ഡീലർമാർ എന്നിവരുടെ വീടുകളിലും റെയ്ഡ് നടക്കുന്നുണ്ട്. കോട്ടയം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും ചെന്നൈയിലും റെയ്ഡെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഫെമ നിയമലംഘനത്തിന്റെ ഭാഗമായാണ് റെയ്ഡെന്നാണ് ഇ.ഡിയുടെ വിശദീകരണം. ഇന്ത്യയിലേക്ക് ഭൂട്ടാൻ, നേപ്പാൾ റൂട്ടുകളിലൂടെ ലാൻഡ് ക്രൂസർ, ഡിഫൻഡർ തുടങ്ങിയ ആഡംബര കാറുകളുടെ നിയമവിരുദ്ധ ഇറക്കുമതിയും രജിസ്ട്രേഷനും ഏർപ്പെട്ടിരുന്ന സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധനയെന്നാണ് ഇ.ഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള ശൃംഖല വ്യാജരേഖകളും അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, മറ്റ് സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെ വ്യാജ RTO രജിസ്ട്രേഷനുകളും ഉപയോഗിച്ചതായി പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രാഥമികമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന പരിശോധനയാണ് ഇപ്പോൾ ഒരേ സമയം 17 ഇടങ്ങളിൽ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. TG സജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. സജിത്ത്, 17 ഇടങ്ങളിൽ ഒരേ സമയം പരിശോധന, ഫെമ നിയമ ലംഘനം നടന്നു എന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന എന്നുള്ള വിവരങ്ങളാണ് ഇ.ഡി വൃത്തങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കസ്റ്റംസിന് പിന്നാലെ ഇപ്പോഴിതാ ഇ.ഡി കൂടി രംഗത്തിറങ്ങുമ്പോൾ ഈ താരങ്ങൾക്കടക്കം കുരുക്ക് മുറുകുന്നു എന്ന് മനസ്സിലാക്കണമോ? വിശദാംശങ്ങൾ, ഏറ്റവും പുതിയ വിവരങ്ങൾ. രാജ്യത്ത് മുമ്പും പല ഘട്ടങ്ങളിലായി ഈ വിദേശങ്ങളിൽ നിന്നും വാഹനം ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ട് നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ ഈ സീരീസിൽ ഏറ്റവും പുതിയതായി വരുന്നതാണ് സിനിമാ താരങ്ങൾ അടക്കം ഉൾപ്പെടുന്ന വലിയൊരു സംഘം നടത്തിയ തട്ടിപ്പ്. ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തിയിൽ സിനിമാ താരങ്ങളുടെ നേരിട്ടുള്ള പങ്ക് എത്ര കണ്ട് ഉണ്ട് എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിൽ വലിയ സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്ന് മാത്രമല്ല, കോയമ്പത്തൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ മാഫിയ സംഘം തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. പല തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഇപ്പോൾ വിദേശ നാണയ വിനിമയ ചട്ട ലംഘനമാണ് ഇപ്പോൾ ഇ.ഡിയുടെ പരിശോധനയിൽ വരുന്നത്. പക്ഷേ അതിനും അപ്പുറമുള്ള പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, വിദേശത്ത് നിന്നും ഇന്ത്യയിലേക്ക് ഒരു വാഹനം കൊണ്ടുവരണമെങ്കിൽ കൃത്യമായ ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. അവിടെ നികുതി വെട്ടിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. പക്ഷേ അതിനും അപ്പുറം സംഭവിച്ചിരിക്കുന്നത് അതിർത്തി സംസ്ഥാനങ്ങൾ, അരുണാചൽ പ്രദേശ് ആവട്ടെ, ഒപ്പം തന്നെ
മറ്റ് അതിർത്തി സംസ്ഥാനങ്ങളിലെ RTOമാരെ സ്വാധീനിച്ചുകൊണ്ട് വ്യാജരേഖകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ആർമിയുടെ പേരിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ എംബസികളുടെ പേരിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ നിരവധി വ്യാജരേഖകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നതാണ്. അതായത് ഇത് രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ പരിധിയിലേക്ക് പോലും വരുമെന്ന് കസ്റ്റംസ് പറഞ്ഞിട്ടുള്ളതാണ് കോടതിയിൽ. കോടതിയിൽ ഇതിൻ്റെ വ്യവഹാരങ്ങൾ നടക്കുകയാണ്. അതിനിടയിലാണ് EDയുടെ പുതിയ നീക്കം ഉണ്ടാവുന്നത് എന്നതാണ് സാഹചര്യം. എന്തായാലും 17 ഇടങ്ങളിലാണ് പരിശോധന. അത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വിവിധ കേന്ദ്രങ്ങളാണ് ഈ 17 ഇടങ്ങളിൽ ഉൾപ്പെടുന്നത്. സംസ്ഥാനത്തെ കോട്ടയം മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകളിലെ പല ഇടങ്ങളുമുണ്ട്. കോഴിക്കോട്ടെ ഈ പ്രധാനപ്പെട്ട നടന്മാരുടെ, അതായത് ദുൽഖർ സൽമാൻ്റെയും പൃഥ്വിരാജ് സുകുമാരൻ്റെയും ഒപ്പം അമിത് ചക്കാലക്കലിൻ്റെയും വീടുകളിലെയും അവർ ബന്ധപ്പെട്ട ഇടങ്ങൾക്ക് പുറമെ മറ്റ് വാഹന വ്യാപാരികളുടെയും ഇടനിലക്കാരുകളുടെയും അവരുടെ ഗാരേജുകളിലും അവരുമായി ബന്ധപ്പെട്ട വീടുകളിലും അടക്കമുള്ള പരിശോധനകളാണ് നടക്കുന്നത്. മലപ്പുറവും കോഴിക്കോടും അടക്കമുള്ള സ്ഥലങ്ങളിലെ ഗാരേജുകളിലടക്കം പരിശോധനകൾ നടക്കുന്നതുമുണ്ട്. ഈ തരത്തിലാണ് പോകുന്നത്. നമുക്കിവിടെ ശ്രദ്ധേയമാവുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ദുൽഖർ സൽമാൻ കോടതിയിൽ പറഞ്ഞ കാര്യമാണ്. തനിക്ക് ഈ സംഭവത്തിൽ ഒരു ബന്ധവുമില്ല, താൻ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല, തന്നെ തെറ്റുകാരനായി കസ്റ്റംസ് ബോധപൂർവമായി ചിത്രീകരിക്കുകയാണ്, തൻ്റെ വാഹനങ്ങൾ വിട്ടു നൽകണം, ഇതാണ് അവരുടെ അടുത്ത നിലപാട്. പക്ഷേ ഈ വാദങ്ങളൊന്നും കോടതിയിൽ കസ്റ്റംസ് അംഗീകരിച്ചില്ല. അവർ ആ വാദം തള്ളുകയാണ് ചെയ്തത്. കാരണം ഈ വിഷയത്തിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയും വാഹനങ്ങൾ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞ് കസ്റ്റംസിൻ്റെ തുടർ നീക്കം ഉണ്ടാവുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ EDയുടെ അന്വേഷണത്തിലുള്ള അനുമതി കൂടി കോടതി നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് EDയുടെ ഇപ്പോൾ ഈ റെയ്ഡ് നടക്കുന്നത്. EDയുടെ കൊച്ചി സോണൽ ഓഫീസിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് രാവിലെ മുതൽ നടക്കുന്ന ഈ പരിശോധന. അത് വളരെ പ്രാധാന്യമുള്ള ഒരു പരിശോധനയായി മാറുകയാണ്. 17 ഇടങ്ങളിൽ CRPFൻ്റെ പ്രത്യേക സുരക്ഷാ സേനയുടെ, കേന്ദ്ര സേനയുടെ സുരക്ഷയിൽ തന്നെയാണ് പരിശോധന. നേരത്തെ കസ്റ്റംസിൻ്റെ പരിശോധനയിൽ അത്തരം സുരക്ഷ തേടലൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇത്തവണ EDയുടെ പരിശോധനയിൽ കേന്ദ്ര സേനയുടെ സുരക്ഷ തേടിക്കൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. സുപ്രധാനമായൊരു നീക്കമാണ്. കൃത്യമായ വിദേശ നാണയ വിനിമയ ചട്ടലംഘനം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ED പുറത്തിറക്കുന്ന വാർത്താക്കുറിപ്പിൽ നൽകുന്ന സൂചന. അതായത് കൂടുതൽ വ്യക്തമായ പരിശോധനയും നീക്കങ്ങളും തെളിവ് ശേഖരിക്കലുമാണ് നടക്കുന്നത് എന്നതാണ് സജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ ഫെമയുടെ നിയമലംഘനത്തിനപ്പുറത്തേക്ക് ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ വിദേശ നാണ്യ ഇടപാടുകളും അതോടൊപ്പം ഈ ഹവാല വഴിയുള്ള അതിർത്തി കടന്നുള്ള പണമടക്കലും അടക്കം ഈ പരിശോധനയിൽ ഉൾപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം അല്ലേ? ED വൃത്തങ്ങൾ പറഞ്ഞതും അത് തന്നെയാണ്. ഇതിൽ EDയുടെ പരിശോധനയിൽ വരുന്നത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് സ്വാഭാവികമായും അവരുടെ പരിശോധനയിൽ വരുന്നത്. അതാണ് പരിശോധനയിലേക്ക് ഭാഗമാവുന്നതും. അതേസമയം കസ്റ്റംസിൻ്റെ പരിശോധനയിൽ മറ്റ് ചില വിഷയങ്ങളാണ് വരുന്നതെങ്കിൽ ED അതിൻ്റെ സാമ്പത്തിക വശങ്ങളാണ് പരിശോധിക്കുന്നത്. അവിടെയാണ് ഫെമ നിയമത്തിൻ്റെ പരിധിയും അതിൻ്റെ ലംഘനവും ഉണ്ടോ എന്ന പരിശോധന ഉണ്ടാവുന്നത്. സ്വാഭാവികമായും ഇന്ത്യയിലേക്കൊരു വാഹനം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ സാമ്പത്തിക ഇടപാടുകളിലടക്കം സുതാര്യത ഉണ്ടാവണം. അത് ലംഘിക്കപ്പെട്ടു എന്നതാണ് ഇപ്പോൾ EDയുടെ കണ്ടെത്തൽ. ആ നീക്കമാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. വിദേശ നാണയ വിനിമയ ചട്ടലംഘനം അത് കൃത്യമായി ഇവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ രേഖകളും അതിൻ്റെ തെളിവുകളും ശേഖരിച്ച് തന്നെയാണ് ED മുന്നോട്ട് പോകുന്നത്. അതായത് തെളിവുകളൊന്നുമില്ലാതെയല്ല ഈ പരിശോധന എന്ന് വ്യക്തമാണ്. ചില തെളിവുകൾ ലഭ്യമായിട്ടുണ്ട്. ആ തെളിവുകൾ ലഭ്യമാക്കി തന്നെയാണ് പരിശോധന മുന്നോട്ട് പോകുന്നത്. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് ഒരുപക്ഷെ കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ തെളിവ് ശേഖരിക്കലാണ് ഇവർ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ദിവസം കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ അവർ വാഹനങ്ങളും ഏതൊക്കെ വാഹനങ്ങളാണ് ഈ ഗാരേജുകളിലും അവർ വീടുകളിലും ഉള്ളത് എന്ന പരിശോധനയാണ് നടത്തിയത്. ഇന്ന് നടക്കുന്ന പരിശോധനയിൽ ചില സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളടക്കം പിടിച്ചെടുക്കാനായിരിക്കും ഒരുപക്ഷെ ED ശ്രമിക്കുക. അതായത് കസ്റ്റംസിൻ്റെ പരിശോധനയിൽ നിന്ന് വ്യത്യസ്തമായ ചില നീക്കങ്ങൾ ഇന്നത്തെ EDയുടെ പരിശോധനയിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിരാവിലെ ആരംഭിച്ച ഈ പരിശോധന മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുമെന്ന് വ്യക്തമാണ്. അത് എത്ര സമയം നീണ്ടു നിൽക്കുമെന്ന് ഉറപ്പല്ലെങ്കിൽ കൂടിയും നേരത്തെ കസ്റ്റംസിൻ്റെ പരിശോധനയ്ക്ക് സമാനമായി തന്നെ ഈ രേഖകളുടെ പരിശോധനയും മറ്റും നീണ്ടുപോകാനാണ് സാധ്യത. കേന്ദ്ര ഏജൻസികളുടെ സഹായം ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിട്ടുണ്ട്. 17 കേന്ദ്രങ്ങളിലും ഒരുപോലത്തെ പരിശോധനയാണ് നടക്കുന്നത്. ഇതിൽ ഈ സൂപ്പർ താരങ്ങളുടെ വീടുകൾക്കപ്പുറം ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയ ആളുകളുടെ വീടുകളിലേക്ക് കൂടിയാണ് പരിശോധന പോകുന്നത്. തങ്ങൾക്ക് ഈ നീക്കത്തിൽ ഒരു ബന്ധവുമില്ല എന്ന് നേരത്തെ തന്നെ ഈ കസ്റ്റംസ് പരിശോധനയുടെ ഘട്ടത്തിൽ ഈ സിനിമാ താരങ്ങൾ നിലപാടെടുത്തിരുന്നു. തങ്ങൾ വാഹനങ്ങൾ വാങ്ങുക മാത്രമാണ് ചെയ്തത്. വാഹനങ്ങളോട് കമ്പമുണ്ട്, അതിൻ്റെ ഭാഗമായി വാങ്ങുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. തങ്ങൾക്ക് നേരിട്ട് ബന്ധമില്ല എന്നവർ പറയുന്നു. പക്ഷേ നിയമത്തിൻ്റെ പരിധിയിലേക്ക് വരുമ്പോൾ ഇവരും അതിൻ്റെ ഭാഗമായി, തെറ്റിൻ്റെ ഭാഗമായി മാറുന്നു എന്നാണ് വസ്തുത. അതായത് ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന വാഹനം അത്
കൈവശം വെക്കുന്നതിന് സ്വാഭാവികമായും ഇവരും കുറ്റത്തിൻ്റെ ഭാഗമാവും. അതാണിപ്പോൾ സംഭവിക്കുന്നതും. പക്ഷേ ഇതിൽ നടത്തിയ ഗൂഢാലോചന, ഇതിൽ നടത്തിയ മാഫിയ ഇടപെടൽ ഇക്കാര്യങ്ങളിൽ പരിശോധിക്കുന്നുണ്ട്. കോയമ്പത്തൂർ കേന്ദ്രമാക്കി ഇങ്ങനെ വർഷങ്ങളായി നടക്കുന്ന ഒരു സംഘം, തട്ടിപ്പ് നടത്തുന്ന ഒരു സംഘമുണ്ട് എന്നതാണ് ഇഡിയുടെ കണ്ടെത്തൽ. ആ കണ്ടെത്തൽ തന്നെയാണ് ഈ പരിശോധനയിലേക്ക് ഇവർ പോകുന്നതിൻ്റെ കാരണവും തമിഴ്നാട് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രവും ആകുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. എന്തായാലും അതിർത്തി സംസ്ഥാനങ്ങളിലെ മോട്ടോർ വാഹന ഓഫീസുകളുമായി ബന്ധപ്പെട്ട് അവിടെ വ്യാജരേഖകൾ ചമയ്ക്കാൻ ഒരു പ്രത്യേക സംഘം തന്നെയുണ്ട്. അതിർത്തി ഭൂട്ടാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങനെ വാഹനങ്ങൾ കൊണ്ടുവരുന്നതിന് പ്രത്യേക തരത്തിലുള്ള ഒരു സംഘം പ്രവർത്തിക്കുന്നു. അത് ഉണ്ടാക്കുന്ന രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ, സാമ്പത്തിക കുറ്റകൃത്യം, അതിൻ്റെ വ്യാപ്തിയിലേക്കാണ് ഇപ്പോൾ ഇഡി കടന്നിരിക്കുന്നത്. നവമി ദിനേശ് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, ഇപ്പോഴും കൊച്ചിയിൽ പരിശോധന തുടരുകയാണല്ലോ. ഈ താരങ്ങൾ നിലവിൽ സംശയനിഴലിലാണ്. ഫെമ നിയമലംഘനമുണ്ടായി എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പരിശോധന നടക്കുന്നത്. ഇനി ഇവരുടെ ഒരു നീക്കം അതേ തരത്തിലായിരിക്കും. ഒപ്പം പരിശോധനയുടെ വിശദാംശങ്ങൾ കൂടി. രാവിലെ 7 മണിയോട് കൂടി തുടങ്ങിയ പരിശോധന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുൽഖർ സൽമാന്റെ കേരളത്തിലെ 2 വീടുകളിൽ, ഒന്ന് എളംകുളത്തെയും ഒന്ന് പനമ്പള്ളിയിലും, അങ്ങനെ 2 വീടുകളിൽ, പനമ്പള്ളിയിലെ മമ്മൂട്ടിയുടെ വീട്ടിലാണ്, അവിടെയും പരിശോധന നടത്തുകയാണ്. മറ്റൊന്ന് അമിത് ചക്കാലക്കൽ, നടൻ അമിത് ചക്കാലക്കലിന്റെ വീട്ടിലും പൃഥ്വിരാജിന്റെ ഫ്ളാറ്റിലും പരിശോധന അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 17 ഇടങ്ങളിലാണ് ഒരേ സമയം ഇഡിയുടെ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൃത്യമായിട്ടുള്ള രേഖകൾ ശേഖരിക്കുക, ഇഡി പറയുന്നത് പ്രകാരം ഫെമ ചട്ടലംഘനം കൃത്യമായി പ്രഥമ ദൃഷ്ട്യാ തെളിഞ്ഞിട്ടുണ്ടെന്നാണ്. ആ രീതിയിലേക്ക് ഉണ്ടെങ്കിൽ ഇതിന്റെ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഇഡി അടുത്തതായി കടന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇവിടെ വീടുകളിലും മറ്റിടങ്ങളിലുമൊക്കെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. തെളിവുകൾ ശേഖരിക്കുക, അതിനുശേഷം ഈ നടന്മാരെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നൊരു ഘട്ടത്തിലേക്കായിരിക്കും അന്വേഷണ സംഘം അടുത്തതായി കടക്കുക, ഇഡി അടുത്തതായി കടക്കുക. എന്തായാലും കേസെടുത്ത് ഒരു പരിശോധന നടത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഈ പരിശോധന അടുത്ത ഘട്ടത്തിൽ ഇനി ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും ഇഡി ഉദ്യോഗസ്ഥർ കടക്കുക. അപ്പോഴായിരിക്കും ഇവിടെ വെച്ച് ഇവരോട് ആവശ്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നത്. ദുൽഖർ കോടതിയിലടക്കം പറഞ്ഞത് താൻ ഇത് നിയമപരമായി തന്നെ വാങ്ങിയ വാഹനമാണ്, ഇതിൽ കള്ളപ്പണ ഇടപാടോ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണം വെളുപ്പിക്കലോ ഒന്നും നടന്നിട്ടില്ല എന്നാണ് ദുൽഖർ കോടതിയിലടക്കം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് കസ്റ്റംസോ ഇഡിയോ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. അത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ദുൽഖർ സൽമാൻ കസ്റ്റംസിനെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ കസ്റ്റംസിന് മുന്നിൽ കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കാൻ എത്താത്തത് എന്നതായിരുന്നു കസ്റ്റംസ് കോടതിയിലടക്കം ഇന്നലെ ഉന്നയിച്ച ചോദ്യം. ആ രീതിയിലേക്ക് വരുമ്പോൾ ഇഡിയുടെ അന്വേഷണം, ഇഡി കൂടി ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് ഫെമ ചട്ടലംഘനമുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ദുൽഖർ സൽമാൻ ഇനി ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടിയിരിക്കുന്നു. അതിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കേണ്ടിയിരിക്കുന്നു. ഈ വാഹനം എവിടെ നിന്നാണോ വാങ്ങിയത്, ഇതിന്റെ കൃത്യമായിട്ടുള്ള രേഖകളുണ്ടോ, പിന്നീട് എന്തുകൊണ്ടാണ് ഇത് കേരള രജിസ്ട്രേഷനിലേക്ക് മാറ്റാത്തത് എന്നതിലടക്കം ദുൽഖർ ഉത്തരം പറഞ്ഞേ മതിയാകൂ. അങ്ങനെയാണെങ്കിൽ കസ്റ്റംസിനും ഇഡിക്കും മുന്നിൽ, ചോദ്യങ്ങളുടെ മുന്നിൽ, ഇവരുടെ രണ്ടുപേരുടെയും ചോദ്യമുനയ്ക്ക് മുന്നിൽ ദുൽഖർ സൽമാനെ ഹാജരായേ മതിയാകൂ. ഒപ്പം അമിത് ചക്കാലക്കൽ ഇതിനോടകം തന്നെ രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്. പറയുന്ന ചില രേഖകളൊക്കെ ഹാജരാക്കുകയും ചെയ്തു. അത് കസ്റ്റംസിന് മുന്നിൽ ഹാജരാക്കിയിരുന്നു. അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദുൽഖർ ആയിക്കോട്ടെ കസ്റ്റംസിന്റെ ഈ ഒരു ചോദ്യം ചെയ്യലിന് അല്ലെങ്കിൽ കസ്റ്റംസിന്റെ അന്വേഷണത്തോട് സഹകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇഡി കൂടി അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ദുൽഖർ സൽമാന് ഇനി രേഖകൾ ഹാജരാക്കിയേ മതിയാകൂ. ഇഡി ഉദ്യോഗസ്ഥർ ഇപ്പോൾ അന്വേഷിക്കുന്നത് ഈ 2 വീടുകളിൽ, പനമ്പള്ളിയിലെ മമ്മൂട്ടിയുടെ വീട്ടിലും എളംകുളത്തെ ദുൽഖറിന്റെ വീട്ടിലും, ഈ 2 വീട്ടിലെയും പരിശോധനയോടുകൂടി ഇവർ ഉദ്ദേശിക്കുന്നത് രേഖകൾ കണ്ടെടുക്കാൻ സാധിക്കുമോ എന്നാണ്. ഒപ്പം ചെന്നൈയിലെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. അവിടെയാണ് ദുൽഖർ സൽമാൻ ഇപ്പോൾ ഉള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദുൽഖറിനോട് നേരിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയും, രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടും. ആ രീതിയിലേക്കാണ് ഇപ്പോൾ ഇഡിയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഭവ്യ, ഈ കസ്റ്റംസ് തുടങ്ങി വെച്ച ഈ ഓപ്പറേഷൻ നുങ്കൂർ, അതിന്റെ ഭാഗമായി ഈ സിനിമാ താരങ്ങൾ കൂടുതൽ അന്വേഷണങ്ങൾക്ക് മുന്നിൽ എത്തിയേ മതിയാകൂ, രേഖകൾ ഹാജരാക്കിയേ മതിയാകൂ. ഇവർക്ക് ഇതിൽ നിന്നും പെട്ടെന്നൊന്നും മൂരിപ്പോകാൻ കഴിയില്ല എന്നത് ഉറപ്പായിട്ടുണ്ട്. കാരണം അത്രയും ഗുരുതരമായിട്ടുള്ള കണ്ടെത്തൽ തന്നെയാണ് കസ്റ്റംസും ഇഡിയും കണ്ടെത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് ഇതൊരു കള്ളപ്പണം വെളുപ്പിക്കൽ, കുഴൽപ്പണം, സാമ്പത്തിക തിരിമറി, വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനം ഇവയുൾപ്പെടെ ഉണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി, അതിന്റെ തെളിവുകൾ ലഭിച്ചതിന്റെ ഭാഗമായി തന്നെയാണ് ഈ പരിശോധനയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ
ശേഖരിക്കുക, അല്ലെങ്കിൽ ഈ നടന്മാരെ ചോദ്യം ചെയ്യുക, ആ രീതിയിലേക്കായിരിക്കും ഇ ഡി ഉദ്യോഗസ്ഥരും കസ്റ്റംസും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. ഇതെന്തായാലും ചെറിയ ഒരു കേസായി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയില്ല. ഇ ഡി കൂടി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നടന്മാർ അവരുടെ കയ്യിലുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കിയേ മതിയാകൂ. ഇത് ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ, കള്ളപ്പണ വെളുപ്പിക്കൽ നടന്മാർ നടത്തിയിട്ടുണ്ടോ എന്നതിൽ അവർ തന്നെ അവരുടെ തെളിവുകളടക്കം ഹാജരാക്കി ഈ കേസിൽ നിന്നും മുക്തരാകണമെങ്കിൽ, കുറ്റമുക്തരാകണമെങ്കിൽ അവർ തന്നെ ഇതിന്റെ തെളിവുകൾ ഹാജരാക്കി മുന്നോട്ട് വന്നേ മതിയാകൂ. എന്തായാലും ഇ ഡിയും കസ്റ്റംസും ഈ അന്വേഷണവുമായി ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ 17 ഇടങ്ങളിൽ നടക്കുന്ന ഈ പരിശോധന. 17 ഇടങ്ങളിലും ഒരേ സമയം ഇപ്പോൾ ഇതാ പരിശോധന നടക്കുകയാണ്. രണ്ടാം ഘട്ടം ഇനി എന്ത് എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു. എന്തായാലും ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ ഇ ഡിയുടെ റെയ്ഡ് നടക്കുന്നു. താരങ്ങളടക്കം സംശയം നിലനിൽക്കുന്നു. ഒരേ സമയം 17 ഇടങ്ങളിൽ ഇ ഡി പരിശോധന നടത്തുകയാണ്. നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ വരാം, ഒരിടവേളയ്ക്ക് ശേഷം. ദുൽഖർ സൽമാന്റെ വീട്ടിലടക്കം ഇ ഡി റെയ്ഡ് നടക്കുന്നു. ദുൽഖറിന്റെ പനമ്പള്ളിയിലെയും ചെന്നൈയിലെയും വീടുകൾ ഉൾപ്പെടെ 17 ഇടങ്ങളിലാണ് ഇ ഡിയുടെ റെയ്ഡ് നടക്കുന്നത്. നിലവിൽ കസ്റ്റംസിന്റെ പരിശോധനയ്ക്ക് പിന്നാലെയാണിപ്പോൾ ഇ ഡിയുടെ റെയ്ഡ്. ആ പരിശോധന ഇതാ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫെമ നിയമലംഘനം അടക്കം ഉണ്ടായി എന്നാണ് പറയുന്നത്. എന്തായാലും ഭൂട്ടാൻ കാർ കടത്തിൽ മമ്മൂട്ടിയുടെയും ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും വീടുകളടക്കം അമിത് ചക്കാലക്കലിന്റെയും വീടുകളടക്കം പരിശോധന നടക്കുകയാണ്. പ്രേക്ഷകർ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരു വശത്ത് ദുൽഖറിന്റെ ചെന്നൈയിലെ വീട്ടിൽ നടക്കുന്ന ഇ ഡിയുടെ പരിശോധന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. മറുവശത്ത് മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇങ്ങനെയടക്കം 17 ഇടങ്ങളിലാണ് ഒരേ സമയം റെയ്ഡ് എന്നുള്ള പ്രത്യേകതയുണ്ട്. കസ്റ്റംസ് പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഇ ഡിയും റെയ്ഡ് നടത്തുന്നത്. മമ്മൂട്ടി ഹൗസ് എന്നറിയപ്പെടുന്ന മമ്മൂട്ടിയുടെ പഴയ വീട്ടിലും മമ്മൂട്ടി ഇപ്പോൾ താമസിക്കുന്ന കടവന്ത്രയിലെ വീട്ടിലുമാണ് റെയ്ഡ്. കടവന്ത്രയിലെ വീട്ടിലാണ് ദുൽഖർ, അമിത് ചക്കാലക്കൽ, വിദേശ വ്യവസായി വിജേഷ് വർഗീസ്, വാഹന ഡീലർമാർ എന്നിവരുടെ വീടുകളിലും റെയ്ഡുണ്ട്. കോട്ടയം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും ചെന്നൈയിലും റെയ്ഡെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഫെമ നിയമലംഘനത്തിന്റെ ഭാഗമായാണ് റെയ്ഡെന്നാണ് ഇ ഡി നൽകുന്ന വിശദീകരണം. ഒപ്പം ഇന്ത്യയിലേക്ക് ഭൂട്ടാൻ, നേപ്പാൾ റൂട്ടുകളിലൂടെ ലാൻഡ് ക്രൂസർ, ഡിഫൻഡർ തുടങ്ങിയ ആഡംബര കാറുകളുടെ നിയമവിരുദ്ധ ഇറക്കുമതിയിലും രജിസ്ട്രേഷനിലും ഏർപ്പെട്ടിരിക്കുന്ന സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധനയെന്നും ഇ ഡി വൃത്തങ്ങൾ അറിയിക്കുന്നു. കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള ശൃംഖല വ്യാജരേഖകളും അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, മറ്റ് സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെ വ്യാജ RTO രജിസ്ട്രേഷനുകളും ഉപയോഗിച്ചതായി പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് വാഹനങ്ങൾ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുകയായിരുന്നു. ഫെമയുടെ 3, 4, 8 വകുപ്പുകളുടെ ലംഘനം പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്തിയതിനെ തുടർന്നാണിപ്പോൾ ഇ ഡി നടപടി ആരംഭിച്ചത്. അനധികൃത വിദേശ നാണ്യ ഇടപാടുകൾ അടക്കം ഹവാല വഴിയുള്ള അതിർത്തി കടന്നുള്ള പണമടയ്ക്കൽ അടക്കം ഇതിൽ ഈ പരിശോധനയിൽ ഉൾപ്പെടുന്നു എന്നാണ് ഇ ഡി അധികൃതർ വിശദീകരിക്കുന്നത്. അതിന്റെ ഭാഗമായി പ്രാഥമിക പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് വ്യക്തം. അങ്ങനെ എന്നാൽ പോലും പെട്ടെന്നങ്ങ് ഊരിപ്പോരാൻ ഈ സിനിമാ താരങ്ങൾക്കടക്കം സാധിക്കാത്ത തരത്തിലുള്ള കുരുക്ക് മുറുകുകയാണ്. വലിയ തരത്തിൽ ഓരോ ദിവസവും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴിതാ ഇ ഡി കൂടി രംഗത്തെത്തുന്നു. താരങ്ങളെ അടക്കം സംശയനിഴലിലാക്കിക്കൊണ്ടുള്ള പരിശോധനയാണ് ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്ന കാര്യം വ്യക്തം. നാമി ദിനേശ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. നാമി, ഇ ഡിയുടെ വാർത്താക്കുറിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പ്രാഥമിക പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ്. അങ്ങനെ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരവും. അപ്പോൾ ഇനിയുള്ള ഘട്ടം അത് എന്തായിരിക്കും? ഇ ഡിയുടെ ചോദ്യമുനയിലേക്ക് താരങ്ങളടക്കം എത്തുകയായിരിക്കുമോ രണ്ടാം ഘട്ടം? ഭവ്യ, എന്തായാലും ഇപ്പോൾ കസ്റ്റംസിന്റെ പരിശോധന കഴിഞ്ഞു. ഇന്നലെ കോടതിയിലടക്കം കസ്റ്റംസ് ഇത് കൃത്യമായി തന്നെ ഇന്നലെ കോടതിയെ അടക്കം അറിയിക്കുകയും ചെയ്തു. ദുൽഖർ സൽമാൻ ആയിക്കോട്ടെ ഈ അന്വേഷണത്തോട് സഹകരിക്കുക. ഈ കാറുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ കസ്റ്റംസിനുണ്ട്. ആ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കി കഴിഞ്ഞാൽ ഈ ചിലപ്പോൾ ദുൽഖർ സൽമാന്റെ സത്യസന്ധത അല്ലെങ്കിൽ ഈ ഭൂട്ടാൻ കടത്തുമായി ബന്ധപ്പെട്ട് ദുൽഖർ സൽമാന് ബന്ധമില്ല എന്ന് അറിഞ്ഞതിന് ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് അടുത്ത ഘട്ടങ്ങളിലേക്ക് കസ്റ്റംസ് കടക്കുമായിരിക്കും. പക്ഷേ ആ രീതിയിലുള്ള അന്വേഷണത്തോട് പോലും സഹകരിക്കാൻ ദുൽഖർ സൽമാൻ തയ്യാറാവാത്ത സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് ഇന്നലെയും ഹൈക്കോടതിയിൽ കസ്റ്റംസ് ബോധിപ്പിച്ചത്. അതിന്റെ ഭാഗമായി ചോദ്യം ചെയ്യുന്നടക്കം കസ്റ്റംസിന് മുന്നിൽ
മുന്നിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. വേണ്ട തെളിവുകളൊക്കെ ദുൽഖർ സൽമാൻ തന്നെ കസ്റ്റംസിന് മുന്നിൽ ഹാജരാക്കുകയും ചെയ്യണം. ശരി, നാം തുടരുക. ഞാൻ വരാം. ഇപ്പോൾ ഇതാ പ്രേക്ഷകർ കാണുന്ന മൂന്നാമത്തെ വിൻഡോയിലുള്ളത് ഇപ്പോൾ കാണുന്ന ആദ്യത്തേത് ദുൽഖർ സൽമാന്റെ ചെന്നൈയിലെ വീടാണ്. രണ്ടാമത്തത് മമ്മൂട്ടിയുടെ പനമ്പള്ളിയിലെ വീട്. മൂന്നാമതായി പ്രേക്ഷകർ കാണുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥനടക്കം കാണുന്നത് അമിത് ചെക്കാലക്കലിന്റെ വീടാണ്. അമിത് ചെക്കാലക്കലിന്റെ വീട്ടിൽ നടക്കുന്ന പരിശോധനയുടെ ദൃശ്യങ്ങളാണ്. നേരത്തെ തന്നെ കസ്റ്റംസിന്റെ പരിശോധനയിലും കസ്റ്റംസും അമിത് ചെക്കാലക്കലുമായി ബന്ധപ്പെട്ട് പരിശോധന അദ്ദേഹത്തിന്റെ വീടുമായി ബന്ധപ്പെട്ട് വാഹനവുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയിരുന്നു. അതിൽ കൃത്യമായ രേഖകൾ അമിത് ചെക്കാലക്കൽ കസ്റ്റംസിന് കൈമാറി എന്നുള്ള വിവരം നമുക്ക് നേരത്തെ തന്നെ ലഭ്യമായിരുന്നു. ഇപ്പോഴിതാ ഇഡിയും നേരത്തെ പറഞ്ഞതുപോലെ 17 ഇടങ്ങളിൽ കൃത്യമായി പരിശോധന നടക്കുന്നു. അതിൽ താരങ്ങളായ ദുൽഖർ സൽമാന്റെയും മമ്മൂട്ടിയുടെയും വീടുകളിൽ നടക്കുന്ന പരിശോധനയ്ക്കൊപ്പം പൃഥ്വിരാജിന്റെയും അമിത് ചെക്കാലക്കലിന്റെ വീടുകളിൽ പരിശോധന നടക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ മൂന്നാമത്തെ വിൻഡോയിലുള്ളത് അമിത് ചെക്കാലക്കലിന്റെ വീട്ടിലെ പരിശോധനയാണ്. അവിടെയും ഇപ്പോൾ ഇഡിയുടെ ഭാഗത്ത് നിന്ന് വലിയ സുരക്ഷാ സന്നാഹങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പരിശോധന വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. ആ പരിശോധനയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നാമി ദിനേശ് തുടരുന്നു. നാമി തുടരാം. എന്തായാലും അമിത് ചെക്കാലക്കലിന്റെ വീട്ടിലും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 7 മണിക്ക് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇഡി സംഘം അവിടെ എത്തി. 17 ഇടങ്ങളിലാണ് ഒരു സമയം 17 ഇടങ്ങളിലാണ് ഈ പരിശോധന. അതിൽ മലയാളത്തിലെ പ്രധാനപ്പെട്ട നടന്മാരായിട്ടുള്ള ദുൽഖർ സൽമാന്റെ 3 വീടുകൾ, എറണാകുളത്തെ 2 വീടുകൾ, ഒന്ന് മമ്മൂട്ടിയുടെ പനമ്പള്ളിയിലുള്ള വീട്ടിലും മറ്റൊന്ന് എളംകുളത്തെ ദുൽഖർ സൽമാന്റെ വീട്ടിലും, ഇവിടെ 2 ഇടങ്ങളിലും ദുൽഖറിന്റെ ചെന്നൈയിലുള്ള വീട്ടിലും പരിശോധനയുണ്ട്. ദുൽഖർ ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിലുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇഡി ഉദ്യോഗസ്ഥർ കൂടുതൽ വിവരങ്ങൾ ദുൽഖർ സൽമാനിൽ നിന്നും നേരിട്ട് തന്നെ ചോദിച്ചറിയും. മറ്റൊന്ന് അമിത് ചെക്കാലക്കലിന്റെ വീട്ടിലും പരിശോധനയുണ്ട്. അതും 7 മണിക്ക് തന്നെ ആരംഭിച്ചു. അതിന്റെ ദൃശ്യങ്ങളും ന്യൂസ് 18 ഇപ്പോൾ കാണാൻ സാധിക്കും. അമിത് ചെക്കാലക്കലിന്റെ വീട്ടിലും പരിശോധനയുണ്ട്. മറ്റൊന്ന് പൃഥ്വിരാജിന്റെ ഫ്ളാറ്റിലും. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് ചില കാറുകൾ പിടികൂടിയ ചില ആളുകൾ, ചില വ്യവസായികൾ, വർക്ക്ഷോപ്പ് ഉടമകൾ എന്നിവരുടെ വീടുകളിലും ഷോറൂം ഉടമകൾ എന്നിവരുടെ വീടുകളിലുമാണ് പരിശോധന നടക്കുന്നത്. ഇഡി കൊച്ചി ഓഫീസിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ 17 ഇടങ്ങളിലും പരിശോധന നടക്കുന്നത്. ഈ പരിശോധനകളിലെല്ലാം അന്വേഷണ സംഘത്തിന്റെ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണത്തിലേക്ക് അവരെ നയിച്ചത് ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി കസ്റ്റംസ് പിടികൂടിയ കാറുകൾ. ഇത് ഭൂട്ടാനിൽ നിന്നും നികുതി തട്ടി കേരളത്തിലല്ല ഇന്ത്യയിലെത്തി അവിടെ നിന്നും ചില ആളുകൾ വാങ്ങി. അതിലാണ് ഈ ദുൽഖർ സൽമാനും അമിത് ചെക്കാലക്കലും പൃഥ്വിരാജും മറ്റു വ്യവസായികളും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവർ ഇതിന്റെ മറവിൽ വലിയ രീതിയിൽ കള്ളപ്പണം വെളുപ്പിക്കലുണ്ടോ, ഫെമ ചട്ടലംഘനം നടത്തിയിട്ടുണ്ടോ എന്നതിലൊക്കെ അന്വേഷണ സംഘത്തിന് കൃത്യമായിട്ടുള്ള സൂചനകൾ ലഭിച്ചു. ആ സൂചനയുടെ പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരിശോധന നടത്തിയിരിക്കുന്നത്. ഈ പരിശോധനയിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വിശ്വസിക്കുന്നത്. ഇനി എന്തായാലും അടുത്ത ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഭവ്യ നേരത്തെ ചോദിച്ചിരുന്നു, അടുത്ത ഘട്ടത്തിൽ എന്തായിരിക്കും ഇഡിയുടെ നീക്കം? അത് സ്വാഭാവികമായും ഈ നടന്മാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നുള്ളതാണ്. ദുൽഖർ സൽമാൻ ആയിക്കോട്ടെ, പൃഥ്വിരാജ് ആയിക്കോട്ടെ, അമിത് ചെക്കാലക്ക ആയിക്കോട്ടെ, ഇഡിയുടെ ചോദ്യമുനകൾക്ക് മുന്നിൽ വന്നേ മതിയാകൂ. കാരണം കുറെ കാര്യങ്ങൾ ഇഡി ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും അവ്യക്തത തുടരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വാഹനങ്ങൾ ഇവർ വാങ്ങിയത് അത് കൃത്യമായിട്ടുള്ള രേഖകളുണ്ട്. ആരിൽ നിന്നാണ് വാങ്ങിയത്? ഈ ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി കസ്റ്റംസ് കണ്ടെത്തിയ കാര്യങ്ങളിൽ വല്ല അറിവുകളും ഇവർക്കുണ്ടോ? ഇവരും ഈ തട്ടിപ്പിന്റെ ഭാഗമാണോ, അതോ ഇവർ തട്ടിപ്പിന് ഇരയായതാണോ എന്നതിലൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. ഇത് അറിയണമെങ്കിൽ ഇവരുടെ പക്കലുള്ള രേഖകൾ ഹാജരാക്കിയേ മതിയാകൂ. ആ രേഖകൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഇഡി ഉദ്യോഗസ്ഥർ അടുത്തതായി കാത്തിരിക്കുക. ഇനി എന്തായാലും നോട്ടീസ് അയച്ച് ദുൽഖർ സൽമാനെയും പൃഥ്വിരാജിനെയും അല്ലെങ്കിൽ അമിത് ചെക്കാലക്കലെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് അടുത്ത ഘട്ടത്തിലേക്കാണ്. ഇപ്പോൾ പ്രാഥമികമായും ഫെമ ചട്ടലംഘനമുണ്ടെന്ന് തന്നെ അന്വേഷണ സംഘം ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനയാണ് ഇവരുടെ വീടുകളിലും മറ്റ് സ്ഥാപനങ്ങളിലുമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ 7 മണിക്ക് തന്നെ ഈ പരിശോധന റെയ്ഡ് ആരംഭിച്ചിരിക്കുകയാണ്. അതിപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഡി ഉദ്യോഗസ്ഥർ ഈ വീടുകളിലെല്ലാം ഉണ്ട്. അവിടെ ആ രീതിയിലുള്ള പരിശോധന പുരോഗമിക്കുന്നുണ്ട്. തെളിവുകൾ ശേഖരണത്തിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യലുകളൊക്കെ വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും ഒക്കെ ഉണ്ടാകും. എന്തായാലും ഈ ഒരു അന്വേഷണത്തിൽ നിന്നും ഈ നടന്മാർക്ക് വഴുതി പോകുന്നത് സാധ്യമായില്ല. കൃത്യമായിട്ടുള്ള അന്വേഷണമാണ്, കൃത്യമായിട്ടുള്ള തെളിവുകളുടെ ഭാഗമായിട്ടുള്ള പരിശോധനയാണ്. അതിനു മുന്നിൽ തെളിവുകൾ ശേഖരിക്കുക, തെളിവുകൾ ഹാജരാക്കുക, അല്ലെങ്കിൽ അവരുടെ നിരപരാധിത്വം
തെളിയിക്കുക എന്നുള്ളത് ഇനി ആ നടന്മാരുടെ ഉത്തരവാദിത്തമായിരിക്കും. അതിനുവേണ്ടി ചോദ്യം ചെയ്യലിനടക്കം ഇവർ ഹാജരാകേണ്ടിയിരിക്കുന്നു. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകി. നമ്മൾ നേരെ നിയമസഭയിലേക്ക് പോവുകയാണ്. സഭയിൽ ഇപ്പോൾ ഇതാ വലിയ പ്രതിഷേധം നടക്കുന്നു. സഭയിൽ ഉന്തും തള്ളും നടക്കുകയാണ്. പ്രതിപക്ഷം വലിയ തരത്തിൽ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സഭ നിർത്തിവെച്ചിരിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വലിയ പ്രതിഷേധം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. സഭ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ബാനർ ഉയർത്തിക്കൊണ്ട് സ്പീക്കറുടെ ഡയസിന് മുൻപിൽ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് നടന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായ തരത്തിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇന്നും തുടർച്ചയായി മൂന്നാം ദിവസവും സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുന്നു. സ്പീക്കറിന്റെ ഡയസിന് മുൻപിൽ ബാനർ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം സ്വർണ്ണപ്പാളി വിഷയത്തിൽ പ്രതിഷേധമുയർത്തുകയായിരുന്നു. ദേവസ്വം മന്ത്രി വാസവൻ രാജിവെക്കണമെന്നുള്ള ഒറ്റ ആവശ്യം ഉയർത്തിക്കൊണ്ട് വലിയ തരത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ കിട്ടുന്ന അവസരം അത് മുതലാക്കിക്കൊണ്ട് വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നടക്കുന്നു. ഇന്നും വലിയ പ്രതിഷേധമാണ് നിയമസഭയിൽ കണ്ടത്. ബാനറുകളും പ്ലക്കാർഡുകളും ആയി നടുത്തളത്തിൽ ഇറങ്ങുകയായിരുന്നു പ്രതിപക്ഷം. ഇപ്പോഴിതാ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസത്തിന് സമാനമായി തന്നെ ഇന്നും താൽക്കാലികമായി സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. വലിയ തരത്തിൽ രൂക്ഷമായി പ്രതിഷേധിച്ച സ്പീക്കർ അടക്കം ഇറങ്ങിപ്പോയി. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം ഇന്നും തുടർന്നത്. ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. മൂന്നാം ദിവസവും സഭാ നടപടികൾ തടസ്സപ്പെട്ടതിനെ രൂക്ഷമായ ഭാഷയിലാണ് സ്പീക്കർ വിമർശിച്ചത്. ഇപ്പോഴിതാ സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. അസാധാരണ സംഭവങ്ങളാണ് സഭയിൽ ഇന്ന് ഉണ്ടായത്. മന്ത്രിമാരും പ്രതിപക്ഷ MLA-മാരുമായി വാക്കേറ്റമുണ്ടായി. ഇരുപക്ഷത്തിലും ഇടയിൽ മതിൽ തീർത്ത് വാച്ച് ആൻഡ് വാർഡ് അടക്കം രംഗത്തിറങ്ങേണ്ട സാഹചര്യമുണ്ടായി. വലിയ അസാധാരണ സംഭവ വികാസങ്ങൾക്ക് സഭ ഇന്ന് സാക്ഷിയായി. അല്ലേ അരുൺ? തീർച്ചയായിട്ടും ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനാണ് നിയമസഭ സാക്ഷിയായത്. ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ നിലപാട് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരുന്നു. ഒരു കാരണവശാലും സഭാ നടപടികളുമായി സഹകരിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഘോരമാരക വിഗ്രഹത്തിലെ ഘോരമാരക ശില്പങ്ങൾ മാത്രമാണ് കാണാതായെങ്കിൽ ഇപ്പോൾ കട്ടുള്ള പോലും അടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഈ സാഹചര്യത്തിൽ ദേവസ്വം മന്ത്രി രാജിവെക്കാതെയും ദേവസ്വം അംഗങ്ങളെ പുറത്താക്കാതെയും ഒരു കാരണവശാലും സഭാ നടപടികളുമായി സഹകരിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. പ്രതിപക്ഷം നടുത്തളത്തിൽ പ്രതിഷേധം തുടർന്നു. സ്പീക്കറുടെ മുഖം മറച്ച് പ്രതിഷേധം ഉണ്ടാകരുതെന്ന മുന്നറിയിപ്പ് ആദ്യം മുതൽ സ്പീക്കർ നൽകിയിരുന്നു. കുട്ടികളാണ് ഇന്നലെ ഇവിടെ കാഴ്ചക്കാരായി ഉണ്ടാകുന്നത്. എന്ത് സന്ദേശമാണ് ഇതെന്ന് അവർക്ക് ലഭിക്കേണ്ടെന്ന ചോദ്യം പ്രതിപക്ഷം സ്പീക്കർ ഉയർത്തി. അതിനുശേഷം സഭാ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഓരോ ഭരണപക്ഷ MLA-യും മന്ത്രിയും ഒക്കെ മറുപടി പറയുമ്പോൾ പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ഹൈക്കോടതിയെ പോലും വിശ്വാസമില്ലാതെ ഹൈക്കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിയോഗിച്ചിട്ടും എന്തുകൊണ്ട് അതിന് വിശ്വാസമില്ലാത്ത പ്രതിഷേധമെന്ന ചോദ്യമാണ് പ്രതിപക്ഷം പ്രധാനമായി ഉന്നയിച്ചത്. ഏതാണ്ട് 9 വരെ സ്പീക്കറുടെ മുഖം ഇടയ്ക്കിടയ്ക്ക് മറച്ചും മാറ്റിയുമൊക്കെ പ്രതിപക്ഷ പ്രതിഷേധം തുടർന്നു. ഇന്നലെ വരെ ഉള്ളതിരുന്ന ഒരു വ്യത്യസ്തമായ സാഹചര്യം ഇന്ന് കൂടുതൽ വാച്ചന്മാർ ഉദ്യോഗസ്ഥരെ സഭയിൽ അണിനിരത്തിയിരുന്നു. സ്പീക്കർ ഡയസിലേക്ക് കയറാതിരിക്കാനും സ്പീക്കറുടെ മുഖം മറയ്ക്കാതിരിക്കാനുള്ള മുൻകരുതലായി കൂടുതൽ വാച്ചന്മാർ ഉദ്യോഗസ്ഥരെ അണിനിരത്തിയിരുന്നു. അതിനെതിരെയാണ് പിന്നീട് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. 9:45 പ്രതിപക്ഷത്തെ കൂടുതൽ MLA-മാർ വാച്ചാൻവാർഡ് തള്ളിമാറ്റി ഡയസിലേക്ക് കടക്കാൻ ശ്രമിച്ചു. വാച്ചാൻവാർഡ് ഇത് പ്രതിരോധിച്ചു. അപ്പോൾ വാച്ചാൻവാർഡിനെ മർദ്ദിച്ചു എന്ന ആരോപണവുമായി ജി ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രിമാർ രംഗത്തെത്തി. 9:50 മന്ത്രിമാർ ഒന്നടങ്കം വാച്ചാൻവാർഡ് പ്രതിപക്ഷ MLA-മാരുമായി ശക്തമായ ഉന്തും തള്ളുമായി. അപ്പോൾ കൂടുതൽ മന്ത്രിമാർ അടക്കമുള്ളവർ നടുത്തളത്തിലേക്ക് നടത്തി. അങ്ങനെ രണ്ടുപക്ഷവും മുഖത്തോട് മുഖം നോക്കി വെല്ലുവിളിയായി വാക്കേറ്റമായി. അവിടെ വാച്ചാൻവാർഡ് ഇരുപക്ഷത്തിലും മധ്യത്തിൽ അതാണ് എന്തായാലും തുടർച്ചയായ മൂന്നാം ദിവസവും സ്വർണ്ണപ്പാളി വിവാദത്തിൽ സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. ദേവസ്വം മന്ത്രി രാജിവെക്കുന്നതുവരെയും ദേവസ്വം ബോർഡ് അംഗങ്ങളെ പുറത്താക്കുന്നതുവരെയും സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാടെന്നാണ് VD സതീശൻ വ്യക്തമാക്കിയത്. അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധത്തിനാണ് ഇന്നും മൂന്നാം ദിവസവും സഭ സാക്ഷ്യം വഹിച്ചത്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്ന ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സ് കാണാം. KP അഭിലാഷ് ചേരും. നമസ്കാരം.